ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം, എല്ലാം തീരാൻ ഒരൊറ്റ രോഗം പോരെ. ബൈബിളിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇവിടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ സംഭവങ്ങൾ. വളരെ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നവർ ഒരൊറ്റ രോഗം കൊണ്ട് വട്ടപൂജ്യമായി മാറിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില സെലിബ്രിറ്റീസിനെ കുറിച്ച് സമൂഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ. ഒരു കാലത്ത് എന്ത് പ്രതാപമായിരുന്നു, ഇന്നിപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് എത്ര ഫേമസ് ആയിരുന്ന വ്യക്തികൾ ഇന്ന് പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഒരു സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഞാനൊരു ആശുപത്രിയിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ ആ സമയത്താണ് ഒരാൾ അച്ഛനിവിടെ വന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഉടനെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എനിക്കറിയാവുന്ന ഒരാൾ ഇവിടെ ആശുപത്രിയിലുണ്ട്, ഒന്ന് വന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിനും ഭയങ്കര സമാധാനം. കാരണം ഒരു യുവതിയാണ്, നല്ല കഴിവും നല്ല സൗന്ദര്യവും സാമർഥ്യമുണ്ടായിരുന്ന ഒരു പെങ്കൊച്ച്. ഓക്കെ, ക്യാൻസറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ്, എഴുന്നേറ്റിരിക്കാൻ തന്നെ കഷ്ടപ്പെടുക. ഇനി അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരു കോലമായി മാറി. ഇനി അവളെക്കുറിച്ച് പറയപ്പെട്ടൊരു കാര്യം, BSc നഴ്സിംഗ് കഴിഞ്ഞ അവരുടെ ബാച്ചിലെ ഏറ്റവും നല്ല കഴിവുള്ള പെങ്കൊച്ച്. ഇനി റാങ്ക് ഹോൾഡറാണ് ആ ബാച്ചിലെ, ഏറ്റവും ടോപ്പ് പഠിക്കാൻ. അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം വളരെ നല്ല കഴിവുള്ള ഒരു പെങ്കൊച്ച്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്നിപ്പോൾ അവളുടെ അവസ്ഥ. ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു രോഗം വന്നാൽ മതി എല്ലാം തീരാൻ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. അതോടൊപ്പം ചില ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം അതറിയാൻ പ്രഭാഷകൻ 10-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ മതി. പ്രഭാഷകൻ 10-ന്റെ 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, 7 മുതൽ 17 വരെയുള്ള വചനഭാഗം ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അഹങ്കരിക്കാതിരിക്കാൻ അത് സഹായിക്കും. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, പൊടിയും ചാരവുമായ മനുഷ്യ അഹങ്കരിക്കാൻ നിനക്ക് എന്തുണ്ട്? സത്യമല്ലേ? പൊടിയും ചാരവുമായ മനുഷ്യ അഹങ്കരിക്കാൻ നിനക്ക് എന്തുണ്ട്? വിദേശത്ത് ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവരെ ഞാൻ കണ്ടതാ. ക്യാൻസർ ബാധിച്ചിട്ട് ഒരു പരിതാപകരമായ അവസ്ഥയിലെത്തി. അവർ പറഞ്ഞൊരു കാര്യം, അവർക്ക് പിന്നെ ആ ഒരു രോഗം അവരെ ശരിക്കും വിശ്വാസ ജീവിതത്തിലേക്ക് നയിച്ചു, ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അച്ഛാ ഇത് എന്നെ ഒന്ന് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് അനുവദിച്ച കാര്യമാണ്. കാരണം കുടുംബത്തിൽ ഇഷ്ടംപോലെ സമ്പത്ത്, എനിക്കാണെങ്കിൽ വിദേശത്ത് നല്ല ശമ്പളം, എല്ലാം കൂടി ആയിട്ട് ഇച്ചിരി അഹങ്കരിച്ചു പോയി. ഞാൻ അതിൽ എന്നെ ഒന്ന് തിരുത്തി നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് അനുവദിച്ചതാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ആ രോഗം അവരെ എത്തിച്ചത് കൊണ്ട് നിശ്ചയമായിട്ടും അതൊരു നഷ്ടമായിരുന്നില്ല, നേട്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം വചനം പറയാണ്, മനുഷ്യ നീ വെറും പൊടിയും ചാരവുമല്ലേ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ഈ ഒരു ചിന്ത ഒരിക്കലും നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 3:18 പറഞ്ഞിട്ടുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, എങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കൃപയില്ലാതെ വേണമെങ്കിൽ ആൾക്കാരുടെ പ്രശംസയൊക്കെ ഏറ്റെടുത്ത് നമുക്ക് വേണമെങ്കിൽ ദുരഭിമാനികളായിട്ട് നമ്മുടെ നേട്ടത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റും. ദൈവകൃപ ഉണ്ടാകണമെന്നില്ല. ഈ നേട്ടങ്ങളൊന്നും കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് എടുക്കാം. ചില ബൈബിൾ കഥാപാത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലെ നാമാന്റെ കാര്യം. ആരായിരുന്നു? സിറിയ രാജാവിൻ്റെ സേനാധിപൻ. അവിടെ രാജ്യത്തിൻ്റെ സേനാധിപൻ, രാജാവിന് ഇവൻ പ്രിയങ്കരനായിരുന്നു, നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ്, അവന് കുഷ്ഠം ബാധിച്ചു. അതോടെ അവൻ്റെ ജീവിതം വളരെ പരിതാപകരമായി. ഇവൻ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് രാജാവ് പോലും ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് അവന് ഒരറിവ് കിട്ടുന്നു, ഒരു ദാസിയിലൂടെ എലീഷായെ കണ്ടാൽ സൗഖ്യം കിട്ടും. ഇനി അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേ കത്തുമായിട്ട് അവനെ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽ രാജാവ് ആദ്യം തെറ്റിദ്ധരിച്ചു, ഞാൻ ആരാണ്, എനിക്കെങ്ങനെയാണ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ പറ്റുക? ഇത് മിക്കവാറും എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെയെല്ലാം അവൻ പറഞ്ഞു. അപ്പോഴാണ് എലീഷ പറയുക, ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്നറിയാൻ വേണ്ടി അവനെ എൻ്റെ പക്കലേക്ക് വിടുക. ഉടനെ ഇസ്രായേൽ രാജാവ് അത് അനുസരിക്കുന്നത് കാണാൻ പറ്റും. ഇവന് അടുത്തെത്തിയില്ല. അതിന് മുമ്പ് ഈ എലീഷ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനോട് പറയുക, പോയിട്ട് ജോർദാൻ നദിയിൽ, ആ നദിയിൽ 7 പ്രാവശ്യം നീ മുങ്ങി പൊങ്ങുക, നിനക്ക് സൗഖ്യമുണ്ടാവും. നാമാനത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഇതിനേക്കാളൊക്കെ എത്ര നല്ല നദികൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്, സിറിയ രാജ്യത്തുണ്ട്. ഇനി അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇവൻ കൈവീശി കുഷ്ഠം അകറ്റും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. അതൊന്നും നടക്കാത്തതിൽ കുപിതനായി നാമാൻ. പക്ഷെ അവൻ്റെ കൂടെ നിന്നവർ പറഞ്ഞു, ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം, കട്ടിപ്പണിയൊന്നും അല്ലല്ലോ, നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ അത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ
നമ്മൾ കാണുകയാണ് അവന് സൗഖ്യമുണ്ടായി. അവൻ്റെ ചർമ്മം ഒരു ശിശുവിൻ്റെ ചർമ്മം പോലെ മൃദുവായിട്ട് മാറി. അങ്ങനെ അവന് പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, ഒരൊറ്റ രോഗത്തിലൂടെ വട്ടപൂജ്യമായി മാറിയവനാണ് നാമാൻ. അവനെ ദൈവം വീണ്ടെടുക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ ഉസിയ രാജാവ് അവന് പ്രതാപമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിലല്പം അഹങ്കരിച്ചു പോയി. അതിൻ്റെ ഭാഗമായിട്ട് അവന് അനുസരണക്കേട് കാണിച്ചു. അതുമൂലം അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് എന്താ സംഭവിച്ചത്? അവൻ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഓടിക്കപ്പെട്ടു. അവന് ജനങ്ങളോടൊപ്പം സഹവസിക്കാൻ പറ്റിയില്ല. ഒരു വിജന സ്ഥലത്തേക്ക്, ഏകാന്തതയിലേക്ക് മാറുന്ന ഉസിയ രാജാവിനെ കാണാൻ പറ്റും. ഒരൊറ്റ രോഗത്തിലൂടെ വട്ടപൂജ്യമായി മാറിയ ഒരു വ്യക്തിയായിട്ട് ഉസിയായെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് അവനിങ്ങനെ തൻ്റെ പ്രതാപത്തിൽ അവനുണ്ടാക്കിയ ആ ബാബിലോണിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചു പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവസാനം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നെബൂഖദ്നേസർ, നിന്റെ രാജ്യം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു, നിന്റെ പ്രതാപമെല്ലാം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു, നീ വട്ടപൂജ്യമാകാൻ പോകുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ നിന്നും അവൻ ഓടിക്കപ്പെട്ടു. വിജന സ്ഥലത്ത് അവനിങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ കിടന്ന് മഞ്ഞ്, വെയില്, മഴ ഇതെല്ലാം കൊള്ളുന്ന പരിതാപകരമായ ഒരവസ്ഥ. ജീവിച്ചിരിക്കെ അവൻ്റെ ശരീരം പുഴുവായി മാറുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാകൃത രൂപങ്ങൾ അവനുണ്ടായെങ്കിൽ അവൻ്റെ ജീവിതം കംപ്ലീറ്റ് വട്ടപൂജ്യമായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാപം നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ നമുക്ക് പ്രത്യാശ പകരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇന്നിൻ്റെ മുറിവ് നാളത്തെ ഊർജമായി മാറാം. നമ്മുടെ പാപം മൂലം നമ്മൾ മുറിവേറ്റവരാണെങ്കിലും അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നാൽ ദൈവം നമ്മുടെ മുറിവുണക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ജെറമിയ 30-ാം അധ്യായം 14-17 വചനങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. മറ്റൊന്ന്, ഇന്നിൻ്റെ സമ്പത്ത് നാളെ നമുക്ക് നാശമായി മാറാം. ഇതിന് വലിയൊരു തെളിവാണ് മഹാനായ അലക്സാണ്ടർ. അദ്ദേഹം വാളുകൊണ്ട് സമ്പത്ത് വെട്ടിപ്പിടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ സമ്പത്ത് മുഴുവൻ തരാം, ഒരു 10 മണിക്കൂറുകൂടി എൻ്റെ ജീവിതം ഒന്ന് പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ. പക്ഷെ അത് സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നെ സവാടക്കാൻ പെട്ടിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ എൻ്റെ കൈകൾ പുറത്തേക്കൊന്ന് ഇട്ടേക്കുക, ലോകമറിയട്ടെ. വാളുകൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച ഈ അലക്സാണ്ടർ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് മരണാനന്തരം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു രോഗം വന്നാൽ മതി നമ്മളൊക്കെ വട്ടപൂജ്യമായി മാറാൻ. ഒരു ബോധ്യം നമുക്ക് ഇരിക്കാൻ ഒരു പ്രചോദനം തരണം. മാത്രമല്ല അഹങ്കാരത്തിൽ കഴിയുന്ന നമുക്ക് അനുദപിച്ച് മാനസാന്തരപ്പെടാനുള്ള ഒരു പ്രചോദനം തരണം. അതിനായിട്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വചനം സ്വീകരിച്ച നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.